ഹലോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഫസ്റ്റ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യം തന്നെ പേര് എഴുതണം കേട്ടോ മക്കൾ. അപ്പോൾ ആക്ടിവിറ്റി 1 എന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ഷേപ്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഷേപ്സിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാ ഷേപ്സും പേരുകൾ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മലയാള മീഡിയക്കാരാണെങ്കിൽ അങ്ങനെ എഴുതാൻ വേണ്ടി പഠിക്കണം. ചതുരം, ത്രികോണം, വൃത്തം, അതുപോലെ തന്നെ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, അതുപോലെ സർക്കിൾ, സ്ക്വയർ, അങ്ങനെ 4 ഷേപ്പിൻ്റെയും പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ദ നമ്പർ നെയിംസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യുക, ഇഷ്ടംപോലെ നമ്പേഴ്സ് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് മക്കളെ തയ്യാറെടുപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ തന്നിട്ടുള്ളത് 100 ആണ്, 100 ആണ്. അപ്പോൾ നമുക്ക് മലയാള മീഡിയക്കാർക്കാണെങ്കിൽ 100 എന്ന് എഴുതി കൊടുക്കാം. ഇംഗ്ലീഷ് മീഡിയം 100 എന്ന് എഴുതാം അല്ലേ. പിന്നെയോ അടുത്തത് ഏതാണ്? 982, പിന്നെ 220, അടുത്തത് 350. അപ്പോൾ മക്കൾ സ്പെല്ലിങ് തെറ്റാതെ എഴുതി പഠിക്കണേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Activity 2. What are the 3 digits you can make by using the following digit only once? ഈ താഴെ തന്നിരിക്കുന്ന 3 നമ്പേഴ്സ് ഉണ്ടല്ലോ, 1, 2, 3. ആ നമ്പേഴ്സ് ഉപയോഗിച്ച് വീണ്ടും ആവർത്തിക്കാതെ നിങ്ങൾക്ക് എത്ര 3 അക്ക നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എത്രയാണ്? ആദ്യം 1, 2, 3 അല്ലേ, അതുതന്നെ ഉണ്ടാക്കാം. പിന്നെയോ 1, 3, 2 അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ 1 ഫസ്റ്റ് വരുന്നത് 2 എണ്ണം ഉണ്ടാവും. പിന്നെ അതുപോലെ 2 ഫസ്റ്റ് വന്നിട്ട് 2, 3, 1, 2, 1, 3. പിന്നെ 3 ഫസ്റ്റ് വന്നിട്ട് 3, 1, 2, 3, 2, 1. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? 6 ഉണ്ടാക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫ്രം ദീസ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അപ്പം നമുക്കിങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പറയാലേ. 3, 2, 1. വലുത് ചോദിച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക, ചെറുത് ചോദിച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പോൾ ഏതാണ് വലുത്? 3, 2, 1. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ഏറ്റവും ചെറുത് ചോദിച്ചാലോ 1, 2, 3 അല്ലേ. ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റി 3 ആണ്. ഇവിടെ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ. എത്ര രൂപേൻ്റെതാണ്? 10, 50, 20, 100, 200 അല്ലേ. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 200 + 100 300, പിന്നെ 300 + 50 350, പിന്നെ 20 ആഡ് ചെയ്യുമ്പോൾ 370, പിന്നെ 10 ആഡ് ചെയ്യുമ്പോൾ 380. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് 200, 100 rupees ഇൻ ഡിഫറെൻറ്റ് ഡെനോമിനേഷൻസ്. അതായത് 200 രൂപ ആവാനും അതുപോലെ തന്നെ 100 രൂപ ആവാനും എത്ര നോട്ടുകൾ ചേർന്നാലാണെന്ന്. അതായത് നോട്ട് എന്നുള്ള സ്ഥലത്ത് 10 എഴുതാം. 10 രൂപേൻ്റെതാണെങ്കിൽ എത്ര എണ്ണം? ഒരു 10 എണ്ണം. അതുപോലെ തന്നെ പിന്നെ ഒരു 50ൻ്റെത് എടുക്കുകയാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ എത്രയായി? 200 ആയില്ലേ. 10, 10, 100, പിന്നെ 50 2 എണ്ണം 100. അപ്പോൾ 100, 100, 200. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നോട്ടുകൾ ഉപയോഗിച്ച് എത്ര നമ്പേഴ്സ് കൂട്ടിയാലാണോ അത് കിട്ടുക, ഡിഫറെൻറ്റ് നോട്ടുകൾ എടുക്കാം. അങ്ങനെ ഈ ഒരു കോളം ഫില്ല് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 4. ദ നമ്പർ ഓഫ് കോക്കനട്ട് കളക്റ്റഡ് ഫോർ ഓണം സെലിബ്രേഷൻ ആർ ഗിവൺ ബിലോ. താഴെ പട്ടികയിൽ ഓണത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത കോക്കനറ്റിൻ്റെ നമ്പേഴ്സും ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസത്തേത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കളക്ട് ചെയ്ത ഇത് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് 1 ഫസ്റ്റ് എത്രയാണ്? 300 ആണ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ 200 ആണ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 500 ആണ് അല്ലേ. ക്ലാസ് 2 കളക്ട് ചെയ്തത് ഫസ്റ്റ് ഡേ 410ഉം സെക്കൻഡ് ഡേ 120 ആണ്. അപ്പോൾ 530 ആണ് അല്ലേ. 530 ആണ് ക്ലാസ് 2 കളക്ട് ചെയ്തിട്ടുള്ളത്. ക്ലാസ് 3 ആണെങ്കിലോ 230ഉം 250ഉം, അപ്പോൾ 480. പിന്നെ ക്ലാസ് 4 400ഉം 180ഉം ആണ്. അപ്പോൾ 580 ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ? ഏത് ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ നമ്പർ കളക്ട് ചെയ്തത്? ക്ലാസ് 4 ആണ് അല്ലേ. പിന്നെ ഹൗ മെനി എത്രയാണ്? 580.
ക്യാൻ യു ഡ്രോ ദിസ് നമ്പർ ഇൻ അബാക്കസ്? അപ്പോൾ 5 8 എന്നുള്ള 80 എന്നുള്ളത് എങ്ങനെയാണ് അബാക്കസിൽ കൊടുക്കുക? ആദ്യത്തെ ലൈനിൽ 5 മുത്തുകൾ കൊടുക്കുക, രണ്ടാമത്തേതിൽ 8 മുത്തുകൾ, മൂന്നാമത്തേതിലോ 0 കൊടുക്കുക അല്ലേ? അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? കുറച്ചൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അല്ലാത്തതൊക്കെ മക്കൾക്ക് ഇതുപോലുള്ള വർക്കുകൾ കൂടുതൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മോഡൽ കാണിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് തന്നെ വിടാം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ.